ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു ടോപ്പേഴ്സ് വേൾഡ്. ഒന്നാം ക്ലാസ്സിലെ കൂട്ടുകാരുടെ മലയാളമാണ് നമ്മുടെ ഇന്നത്തെ ക്ലാസ്. മലയാളത്തിലെ യൂണിറ്റ് ടെസ്റ്റാണ് നമ്മളിന്ന് ചെയ്യാൻ പോകുന്നത്. നമ്മുടെ 10ാമത്തെ ചാപ്റ്റർ. എല്ലാ കൂട്ടുകാരും 10ാമത്തെ ചാപ്റ്ററിൻ്റെ ക്ലാസ് കാണുന്നു കരുതുന്നു. കാണാത്ത കൂട്ടുകാർ നിങ്ങൾ തീർച്ചയായും കാണുക. നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൻ്റെ ക്ലാസ്സും അതോടൊപ്പം തന്നെ പ്രവർത്തന പുസ്തകം, നമ്മുടെ കുഞ്ഞെഴുത്തുന്നുള്ള പ്രവർത്തന പുസ്തകത്തിൻ്റെ ക്ലാസ്സും അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. തീർച്ചയായിട്ടും കാണുക. അതിനുശേഷം എന്ത് ചെയ്യുക? യൂണിറ്റ് ടെസ്റ്റിൻ്റെ ക്ലാസ് കാണുക. അപ്പോൾ നമ്മളിന്ന് ചെയ്യാൻ പോകുന്നത് യൂണിറ്റ് ടെസ്റ്റിൻ്റെ ക്ലാസ് ആണ്. വീട് കെട്ടണം TRT, നമ്മുടെ 10ാമത്തെ ചാപ്റ്റർ. അപ്പോൾ ഫസ്റ്റ് പ്രവർത്തനം, കുറച്ച് പ്രവർത്തനങ്ങൾ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് ചോദ്യങ്ങൾ നമ്മളിവിടെ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. നമ്മുടെ ഫസ്റ്റ് പ്രവർത്തനം എന്താണെന്ന് നമുക്ക് നോക്കാം. 10ാമത്തെ ചാപ്റ്ററിലെ ഫസ്റ്റ് പ്രവർത്തനം 1. വിവിധ തരം വീടുകൾ കണ്ടില്ലേ? ആ വീടിന്റെ പേരുകൾ എഴുതാം. നമ്മൾ പഠിക്കുന്നുണ്ടല്ലേ, നമ്മുടെ ടെക്സ്റ്റ് ബുക്കിലും പ്രവർത്തന പുസ്തകത്തിലൊക്കെ നമ്മൾ പഠിക്കുന്നുണ്ട്. പല തരത്തിലുള്ള വീടുകളെ കുറിച്ച് നമ്മൾ പഠിക്കുന്നുണ്ട്. അപ്പോൾ ഇവിടെ ചിത്രത്തിൽ കുറച്ച് ഡിഫറെൻ്റ് ആയിട്ടുള്ള വിവിധ തരത്തിലുള്ള വീടുകളുടെ ചിത്രം കൊടുത്തിട്ടുണ്ട്. ആ വീടുകളുടെ പേരാണ് ഇവിടെ എന്ത് ചെയ്യേണ്ടത്? എഴുതി ചേർക്കേണ്ടത്. അതാണ് നമ്മുടെ ഒന്നാമത്തെ പ്രവർത്തനം. 5 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആണ്. അടുത്തത് രണ്ടാമത്തെ ചോദ്യം എന്താ? കേക്ക് വീട് നിർമ്മിക്കുക എന്ന് വെച്ചാൽ നിർമ്മിക്കുക എന്നാണ് നമ്മൾ എഴുതിയിരിക്കുന്നത്. കേക്ക് വീടിന്റെ ചിത്രം വരച്ച് ചേർത്താലും മതി. ഓക്കെ, കേക്ക് വെച്ച് നമ്മൾ കേക്ക് വീടിനെ കുറിച്ചാണ് നമ്മൾ 10ാമത്തെ പാഠത്തിൽ പഠിക്കുന്നതിൽ. അപ്പോൾ ഈ കേക്ക് വീടിന്റെ ചിത്രം എന്ത് ചെയ്യുക? വരച്ച് ചേർത്തിട്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ള നിറമൊക്കെ കൊടുത്ത് ചേർക്കുക. അടുത്തത് മൂന്നാമത്തെ പ്രവർത്തനം 3. വീട് കെട്ടാൻ ആവശ്യമുള്ള വസ്തുക്കൾ എന്തെല്ലാം? വീട് കെട്ടാൻ എന്തെല്ലാം സാധനങ്ങളാണ് ഒരു വീട് കെട്ടാൻ ആവശ്യം? അതാണ് എഴുതി ചേർക്കേണ്ടത്. അപ്പോൾ ഓരോന്ന് 1 by 1 ആയിട്ട് എന്ത് ചെയ്യുക? വീട് കെട്ടാൻ ആവശ്യമുള്ള സാധനങ്ങളുടെ പേര് ഇവിടെ എന്ത് ചെയ്യണം? എഴുതി ചേർക്കണം. അടുത്തത് നാലാമത്തെ പ്രവർത്തനം 4. നിങ്ങളുടെ വീട്ടിൽ ആരെല്ലാം ഉണ്ടെന്ന് എഴുതുക എന്ന് വെച്ചാൽ നിങ്ങളുടെ വീട്ടിൽ ആരൊക്കെയുണ്ട്? അമ്മ, അച്ഛൻ, അമ്മൂമ്മ, അല്ലേ, അതുപോലെ മുത്തശ്ശൻ, അങ്ങനെ നിങ്ങളുടെ വീട്ടിൽ ചേച്ചി, ചേട്ടൻ, അനിയൻ, അങ്ങനെ ആരൊക്കെയാണ് നിങ്ങളുടെ വീട്ടിലുള്ളത് അവരുടെ പേരാണ് ഇവിടെ എന്ത് ചെയ്യേണ്ടത്? ആരൊക്കെ ഉണ്ടെന്നുള്ളതാണ് എഴുതി ചേർക്കേണ്ടത്. അപ്പം അച്ഛൻ ഉണ്ടെങ്കിൽ അച്ഛൻ എഴുതുക, അച്ഛൻ ഉണ്ട്, അപ്പം അച്ഛൻ എഴുതുക, എന്നിട്ട് അച്ഛൻ്റെ പേര് എഴുതുക. അമ്മ എഴുതുക, അമ്മയുടെ പേര് എഴുതുക. ചേച്ചി എന്ന് എഴുതുക, ചേച്ചിയുടെ പേര് എഴുതുക. അങ്ങനെ എന്ത് ചെയ്യുക? നിങ്ങളുടെ വീട്ടിലുള്ള എല്ലാവരുടെയും പേര് എഴുതണം. 5ാമത്തെ പ്രവർത്തനം, വീട്ടിൽ ഉപയോഗിക്കുന്ന ഏതെങ്കിലും 5 ഉപകരണങ്ങളുടെ പേര് എഴുതുക. ഉപകരണങ്ങൾ വെച്ചാൽ വീട്ടിലുള്ള സാധനങ്ങളുടെ അല്ലേ, നമുക്ക് എന്തൊക്കെ എഴുതാം? സോഫ, കട്ടിൽ, ഉപകരണങ്ങളാണ് ഇവിടെ പറയുന്നത്. അപ്പോൾ എന്ത് വേണമെങ്കിൽ എഴുതി ചേർക്കാം. വീട്ടിലുള്ള എന്തൊക്കെ വസ്തുക്കളുടെ പേരുണ്ടോ അതെല്ലാം എഴുതി ചേർക്കാം. കസേര, മേശ, അല്ലേ, അതുപോലെ എന്താണ്, പാത്രങ്ങൾ, അങ്ങനെ നിങ്ങൾ വീട്ടിൽ ഉപയോഗിക്കുന്ന 5 ഉപകരണങ്ങളുടെ പേരാണ് ഇവിടെ എന്ത് ചെയ്യേണ്ടത്? എഴുതി ചേർക്കേണ്ടത്. അപ്പോൾ ഇത്രയുമാണ് നമ്മുടെ 5 പ്രവർത്തനങ്ങളാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. വളരെ സിമ്പിൾ ആയിട്ടുള്ള വളരെ ചെറിയ പ്രവർത്തനങ്ങളാണ് നിങ്ങൾക്ക് സ്വയം എഴുതാൻ സാധിക്കുന്ന പ്രവർത്തനങ്ങളാണ് നമ്മളിവിടെ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ നന്നായി നമ്മുടെ പാഠഭാഗവും അതേപോലെ നമ്മുടെ കുഞ്ഞെഴുത്തുന്നുള്ള പ്രവർത്തന പുസ്തകം ചെയ്ത എല്ലാ കൂട്ടുകാർക്കും ഇത് തനിച്ച് തന്നെ എഴുതാൻ സാധിക്കും. അപ്പോൾ എല്ലാവരും എഴുതി നോക്കുക, ചെയ്ത് നോക്കുക. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നമ്മുടെ ടെക്സ്റ്റ് ബുക്കിന് പ്രവർത്തന പുസ്തകം ക്ലാസ് കണ്ടു നോക്കുക. അതിൽ തന്നെ ധാരാളം നമ്മൾ ഈ പ്രവർത്തനങ്ങളൊക്കെ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അതിലെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചോദ്യങ്ങൾ തന്നെയാണ് നമ്മളിവിടെ പ്രവർത്തനമായിട്ട് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ക്ലാസ് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, അതേപോലെ നിങ്ങളുടെ കൂട്ടുകാർക്ക് ഷെയർ ചെയ്യുക. താങ്ക്